CID മൂസിയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു ചേട്ടാ? ഉദയേട്ടൻ, ഉദയകൃഷ്ണൻ, CBK തോമസിലെ ഉദയേട്ടനാണ് എന്നെ കൊണ്ടുവന്ന് ദിലീപേട്ടനെ ജോണി ചേട്ടനെയൊക്കെ പരിചയപ്പെടുന്നതും. അങ്ങനെ അവരെന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു. വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷന് എൻ്റെ അവസാനം എന്നെ ആ ക്യാരക്ടറിന് വെച്ചു. അതാണ് എൻ്റെ സിനിമയിൽ. ഞാനൊക്കെ നോർത്ത് ഇന്ത്യൻ ആണെന്ന് വിചാരിച്ചേട്ടോ ചേട്ടൻ. ഇതിനിടയ്ക്ക് ഒരു രസം കൂടെ പറഞ്ഞു. ഈ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിടയ്ക്ക് ക്യാപ്റ്റൻ ജയ സാർ അതിനകത്തുണ്ട്. സൗണ്ട് ഏകദേശമാണ്. ഞാൻ വിചാരിച്ച മകനാണ് വിചാരിച്ചില്ല. എന്നെ പിന്നെ ഇടയ്ക്ക് എന്നോട് സുരേഷ് ഏട്ടൻ ഏതോ ഒരു സെറ്റിൽ വെച്ചിട്ട് എന്നെ കളിയാക്കി വിളിക്കുമായിരുന്നു. ക്യാപ്റ്റൻ രാജുവിന് മങ്കാമകേഷിലുണ്ടായ മോൻ എന്നെ സുരേഷ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പൊ സുരേഷ് ചേട്ടൻ എന്നെ കുറച്ചൊക്കെ എന്ന് കളിയാക്കി എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ ഒരു സിമിലാരിറ്റി ഉള്ളത്. ഞാൻ അയച്ചെൻ്റെ മോനാണെന്ന് പുള്ളി തന്നെ എന്നോട് കോമഡിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് മോനാണെന്ന്. ഇതിലുള്ള സത്യം ഇട്ടുകൂടാന്ന്. സൗണ്ടൊക്കെ കറക്റ്റ്. ഞാൻ ചോദിച്ചു ഒരു മാസം മുമ്പ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഞങ്ങൾ തർക്കിച്ചു. ഞാൻ പറയാം ആണെന്ന് പറഞ്ഞു. അല്ല അനീഷ അല്ല. അപ്പോൾ വന്നിട്ട് ഇന്ന് ആ ക്ലാരിഫിക്കേഷൻ എനിക്ക് ആയിട്ടുണ്ട്. കുറേ അധികം ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. പക്ഷെ അത് മാറി കിട്ടി. എന്നെ വലിയ കാര്യമായിരുന്നു അദ്ദേഹത്തിന്. കാര്യം എനിക്ക് എന്തോ എൻ്റെ ഫാദർ എന്നെയും അദ്ദേഹത്തെ കൂടെ കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ അനിയനായിട്ട് തോന്നുള്ളൂ. അതേ ഹൈറ്റും അതേ അവസാനം അല്ലേ, അതേ ശബ്ദവും എല്ലാം. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരാളെ പോലെ 7 പേരോ 9 പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അതുപോലെ അവർ ഇതിൽ വന്നാൽ ഹൈറ്റും ഏകദേശം രായിച്ചാൻ്റെ അത്ര ഹൈറ്റും ഉണ്ട്. അതെ, ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഈ സംസാരം അത് തന്നെ അല്ലേ ഏകദേശം. മലപ്പുറം കത്തി മിഷൻ കണ്ണ് ഒലക്കയുടെ മൂട്. അത് ചേച്ചിക്കൊരു ഹാറ്റ്സ് ഓഫ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ പല നമുക്ക് പ്രതികൂല സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇപ്പോഴും ഈ ഒരു നിമിഷവും ഇടതും വലതുമായിട്ട് നിൽക്കുകയാണ്. ചേച്ചിക്ക് നിമിഷം എന്താ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും പല കാര്യങ്ങൾ അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും കൂടെ നിൽക്കുകയാണ്. എന്താ പറയാനുള്ളത്? എന്തു പറയാനാ, അടിച്ചേൽപ്പിക്കാണ് അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടുക, അത്ര തന്നെ. അതിൻ്റെയൊക്കെ പുറകെ പോയാൽ നമുക്ക് അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ. ആ ഒരു നടിയുടെ കേസ് വന്നെന്ന് തന്നെ ഞങ്ങളൊന്ന് ഫിലിമിന് പോയി. ഇത് ചാനലിലൊക്കെ ഭയങ്കര ന്യൂസ്. സുധീറിനെ അറസ്റ്റ് ചെയ്തു. അപ്പം കമ്മീഷണർ ഇതിലൂടെ പറയുന്നു, പോലീസ് ഓഫീസേഴ്സ് സുഹൃത്തുക്കളൊക്കെ വിളിച്ച് സുധീർ എന്താ സംഭവിച്ചത്, ഞങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായില്ലല്ലോ, പിന്നെ ഇതിൻ്റെ പിന്നിൽ ആരാ ഇത് എന്നൊക്കെ പലരും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെ ചോദിക്കുന്നത് കമ്മീഷണർ സുധീറിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിരിക്കുന്നു. മേളിൽ നിന്നൊക്കെ ഇങ്ങനെ ഉത്തരവ് വന്നിട്ടുണ്ട്. എന്താ സംഭവം, ഞങ്ങൾ പോലീസുകാരെ വിട്ടിട്ട് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നില്ല, എന്താണ് ഇതിൻ്റെ, ഇത് അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ന്യൂസ് വിളി വരും. ചുമ്മാ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് വെറുതെ വിടുമായിരിക്കാം, പക്ഷേ ഈ അറസ്റ്റ് ചെയ്യുന്ന പേര് വരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല സാറേ, അറസ്റ്റ് ചെയ്തോ നിങ്ങൾ തന്നെ വന്ന്, ഞാൻ ദേ ഇവിടെ ഉണ്ട്, ഞാൻ എൻ്റെ തിയേറ്ററിലുണ്ട്, സിനിമ ഉണ്ട്, നാളെ രാവിലെ ഞാൻ ഹൈദരാബാദിന് പോവാണ്, ഡ്രാക്കുളയുടെ തെലുങ്ക് അതിന് വേണ്ടി പോവാണ് എന്ന് പറഞ്ഞു. അപ്പോഴും അറസ്റ്റൊന്നും വന്നില്ല, ആരും വിളിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ. പക്ഷേ ചാനലിൽ ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സുധീറിനെതിരെ പരാതി കൊടുത്ത് നടിയെ തട്ടിക്കൊണ്ടാവും പോയെന്നൊക്കെ ഇങ്ങനെ ന്യൂസ് വരുന്നുണ്ട്. ഞങ്ങൾ പിറ്റേ ദിവസം ഞാനും പിന്നെ സാറും നടൻ കൃഷ്ണ ആര്യൻ ഞങ്ങളെല്ലാവരും കൂടെ ഹൈദരാബാദ് എൻ്റെ തെലുങ്ക് വെർഷൻ്റെ ഇതിൽ. അപ്പം അവിടെ പോകുമ്പോഴേക്കൊക്കെ ചാനലിലൊക്കെ തിരിച്ചു വരുമ്പോൾ സുധീറിനെ അറസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം എയർപോർട്ടിൽ ആരെയും കണ്ടില്ല അറസ്റ്റ് ചെയ്യാൻ. അവസാനം ഞാൻ തന്നെ വന്നു, സാർ എന്താ സംഭവം നേരിട്ട് അന്വേഷിക്കാൻ ഞാൻ സ്റ്റേഷനിൽ തന്നെ വന്നു. എന്നെ ആരും അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് സാർ എന്ന് പറഞ്ഞാൽ കടവന്ത്ര സ്റ്റേഷനിൽ ചിലപ്പം അവിടെ വന്ന് സുധീർ ഇങ്ങനെയാണ് സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ അന്വേഷിച്ചിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല, പോലീസുകാർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തിൻ്റെ ബേസിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും, ഒരാൾ പരാതി കൊടുത്തെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത് വിടാന്നല്ല, എന്നെ ചോദ്യം ചെയ്ത് വിട്ടു. അതെൻ്റെ സ്റ്റേഷനിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് സ്റ്റേഷൻ ജാമ്യം വിട്ടു. ഇതാണ് സംഭവിച്ചത്. പക്ഷേ ഈ പുറത്തു വരുന്നത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഈ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്തും ഇത് ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ അങ്ങനെ ഇത് പരമമായ 100% എൻ്റെ കുഞ്ഞുങ്ങളാണ്, സത്യമാണ്. ഇതാണ് ഈ പറയപ്പെടുന്ന നടി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വർക്കൗട്ട് ക്ലാസ്സിലും ഡാൻസിനും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് അവരുടെ ക്യാരക്ടർ ചേഞ്ച് ആയതും. ഇതാരെങ്കിലും ഒന്നുമല്ല സ്വന്തമായിട്ട് തോന്നിയതല്ല. അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞു പോകാൻ ആ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ പുള്ളിക്കാരത്തേക്കുള്ളത് ദൈവം കൊടുക്കും. അത് അങ്ങനെയാണല്ലോ, അതിൽ പ്രകൃതി കൊടുക്കും. അതങ്ങനെയാണ്. കാരണം ഒരാളെ മനസ്സറിയാത്ത ഒരാളെ വേദനിപ്പിച്ചാൽ അത് കിട്ടുന്നുണ്ടായിരിക്കാം. അതാണ് ആ പുള്ളിക്കാരത്തെ അതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ലല്ലോ, വന്നിട്ടില്ല. അതാണ് ചേട്ടനിപ്പോഴും ഉണ്ട്. ഞാനിപ്പോഴും ഇൻഡസ്ട്രിയിൽ നല്ല മുന്നിൽ തന്നെ നിൽക്കുകയാണ്. എല്ലാ സിനിമയിലും 6 സിനിമ ചെയ്തുകൊണ്ടിരിക്കുക, അടിപൊളി. അപ്പോൾ ഉണ്ട്. അപ്പോൾ അതാണ് സത്യം എന്ന് പറയുന്നത്. സത്യം എന്നും നിലനിൽക്കും.
അപ്പോൾ ഇതിലെ സംഭവം എന്ന് വെച്ചാൽ 2006 ക്രൈം നന്ദകുമാർ അയാൾ ജീവനോടുണ്ട്. അദ്ദേഹം ഒരു ക്രൈം ഇറക്കി. അതിനകത്ത് പല പല മുൻനിര നടന്മാരെയും അവരുടെ കൂടെ പോയിട്ട് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിനകത്ത്. അതിൽ എത്രത്തോളം സത്യമുണ്ട്. ഈ ക്രൈം ഞാൻ പുള്ളിക്കാരത്തെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ ക്രൈം നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിനയൻ സാറ് ഈ പുള്ളിക്കാരത്തിയെ സെലക്ട് ചെയ്തു. റൊമാനിയക്ക് കൊണ്ടുപോകാൻ വിസയൊക്കെ അടിക്കാൻ കൊടുത്തു. വിസ അടിച്ച് വന്നു എന്നറിഞ്ഞപ്പം ഈ പുള്ളിക്കാരത്തിയെ ഞാൻ അറിയുന്നത് പോകുന്നതിൻ്റെ തലേദിവസമാണ്. അയ്യോ, അപ്പോൾ ഞാൻ സാറിൻ്റെ വീട്ടിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞു, പുള്ളിക്കാരത്തി ആണോ സെലക്ട് ചെയ്തത് എൻ്റെ വൈഫായിട്ട്? പുള്ളിക്കാരത്തി കുറച്ച് പ്രശ്നം ഉള്ള ആളാണ്. നേരത്തെ ഇവരെ പറ്റി ന്യൂസൊക്കെ വന്നിട്ട് ഇവർ നാടൊക്കെ വിട്ടുപോയി ഏത് അമേരിക്കയിൽ എവിടെ പോയതാണ്. പിന്നെ ഇപ്പോഴാണ് ഇവരെ കാണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തിയുടെ മദറൊക്കെ അവിടെ ഇരിപ്പുണ്ടാവും. ഞാൻ അതൊന്ന് അറിഞ്ഞ് വന്നിട്ട് സാറിന് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ക്രൈമിലൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് ആരാണ്ടൊക്കെ പറ്റിച്ച് പൈസ വാങ്ങിച്ചു, ഇങ്ങനെയൊക്കെ കുറേ ന്യൂസൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു, എടാ എല്ലാം മാറ്റാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഇനി പകരത്തിന് ആളെ വയ്ക്കാനോ ഒന്നും സമയമില്ല. ഞങ്ങൾ പോകാൻ 2 ദിവസമേ ഉള്ളൂ. മനസ്സോടെ കൊണ്ടുപോയി അവിടെ അഭിനയിപ്പിച്ച് അവിടെ തന്നെ മരിച്ചു, കൊണ്ടുവന്ന് തിരിച്ചെത്തിച്ചു. അങ്ങനെ ഒരു സീനാക്കി അങ്ങനെ വിട്ടു. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഏതോ ഒരു റൂട്ടിൽ എൻ്റെ വായിൽ നിന്ന് പോയതാണോ എങ്ങനെയാണോ ഇതാര് പറഞ്ഞു ഒന്നും അറിയില്ല. പുള്ളിക്കാരത്തിയുടെ അറിഞ്ഞു സംഭവം. ഭയങ്കര കാര്യം എന്നോട്. അവിടെയൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് 1 മാസം കേരളത്തിൽ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് 1 മാസം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് പ്രിയയാണ് കൊണ്ടു നടന്നത്. പ്രിയ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയി തടി കുറയ്ക്കാൻ വേണ്ടി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് കഴിയുന്ന മാക്സിമം. ഞാൻ നല്ല ഫിറ്റാണല്ലോ ട്രാക്കുകളൊക്കെ വേണ്ടി നല്ല. അപ്പം അവിടെ റൊമാനിയ വെച്ച് ഞാൻ രാവിലെ ഓടാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരുവായിരുന്നു പുള്ളിക്കാരത്തി. ഇതൊന്നും മനസ്സിൽ വെച്ചില്ല. പക്ഷേ ഞാനൊരു പാര വെച്ചു എന്ന് പുള്ളിക്കാരത്തി ഇവിടെ. കാരണം 2 നായികമാർ വേറെ വന്നു തമിഴിൽ, തെലുങ്കിൽ നിന്ന്. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയുടെ സ്വഭാവം മാറി. ഇത് ആരോ പാര വെച്ചതാണ്, ഞാനാണിത്, എനിക്കിതൊക്കെ അറിയാമെന്ന്. അങ്ങനെ ആരോ പറഞ്ഞു കൊടുത്തു, സുധീറാണ് ഇതിൻ്റെ പിന്നിൽ നിൻ്റെ ക്യാരക്ടർ നഷ്ടപ്പെടാനുള്ള കാരണം. അങ്ങനെ എന്നെപ്പറ്റി വളരെ മോശമായിട്ടൊക്കെ ഇവർ പറഞ്ഞു. അതിനെതിരെ ഞാൻ ഈ ഡാൻസ് ക്ലാസ് വെച്ചിട്ട് എന്തിനാ നിങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ചോദിച്ചു. നിങ്ങൾ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അപ്പോൾ ഉടനെ ഇവരുടെ മദർ പറഞ്ഞു, നീ പറഞ്ഞടാ, നീ പറഞ്ഞ് ഈ പടത്തിൽ വെക്കണം, നീ കാരണമാണ് എൻ്റെ മോക്ക് വേഷം, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാടാ, എന്താ ചെയ്യേണ്ടതെന്നറിയാം, എന്നെപ്പറ്റി നിനക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഒരു വാണിംഗ് ഭീഷണിപ്പെടുത്തിട്ട് പോയതാ. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ന്യൂസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നത്. നിങ്ങളൊരു നടിയെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുക എന്തോ ചെയ്തു. ആ സമയത്ത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയെന്നോ കൂടെ നിന്ന് ഞെട്ടിപ്പോയെന്നോ. ചേട്ടാ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ആ നടിയുടെ പേരോ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഈ WCCക്കെതിരെ കേസ് കൊടുത്ത ഇങ്ങനെ ഈ ഹേമ കമ്മീഷന് ഇങ്ങനെ അന്വേഷണം പുറപ്പെടുവിച്ച ആളാണോ? ഒരിക്കലും അല്ല. അവരൊന്നും മലയാള സിനിമയുടെ ഭാഗമേ അല്ല. ഈ പറയുന്ന ഐഡിയ ഒന്നുമില്ല. അവരുടെയൊക്കെ സിനിമയല്ല അവരുടെ ഗെയിം വേറെയാണ്. സിനിമയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ. അത് ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഞാൻ പറയുന്നതിനെപ്പറ്റി എന്തെങ്കിലും ഓപ്പോസിറ്റ് സാധനം അവർ പ്രതികരിക്കട്ടെ, വെല്ലുവിളിക്കുക. പ്രതികരിച്ചാൽ ക്രൈം നന്ദകുമാർ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ചേട്ടനുമായിട്ട് നല്ലൊരു ബന്ധമാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഫുൾ എവിഡൻസ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മേലോട്ട് നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ ഭൂമി. എനിക്ക് എൻ്റെ മക്കൾ 2 പേര്, അവർ നല്ല കാനഡയിൽ നല്ല അന്തസ്സായിട്ട് പഠിച്ച് ജോലി ചെയ്യുന്നു. എന്താണ്ട് പ്രിയ, അവൾ സേവ. നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോലെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ മടിയിൽ